കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്റൂസ് കിച്ചൻ. നോമ്പ് 7 കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സമൂസ ഉണ്ടാക്കാനാണ്. സമൂസ ഫില്ലിംഗ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മോളാണ് കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നത്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് സമൂസ ഷീറ്റ് ഇങ്ങോട്ട് ചിറ്റാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ട്. അപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി അതവിടെ ഹാളിലൊക്കെ ഇരുന്നിട്ട് ആ സമൂസയൊക്കെ ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് ചിറ്റി റെഡിയാക്കി തരുന്നുണ്ട്. ഫില്ലിംഗ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് ഇങ്ങനെ മസാലകൾ മാത്രം ആക്കിയിട്ടാണ് ഞാൻ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ ഇഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കടലക്കറിയാണ് ഇഡലിക്ക് ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് വാട്ടി റെഡിയാക്കി ആദ്യം വെക്കും. പിന്നെ ഇപ്പുറത്ത് കുക്കറിൽ കുറച്ച് ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും കണ്ട് സഹകരിക്കണം. അങ്ങനെ കടലക്കറിയൊക്കെ ആയി. അതാ കറിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ്. എന്നും വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും ഒരു ഉഷാറൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കറികൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് തന്നെ കുറേ ബാക്കി ഉണ്ടാവും. അത് തന്നെ പിറ്റേ ദിവസത്തേക്ക് മാത്രം എന്തൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ മടിക്കുന്നുണ്ട്. അങ്ങനെ സമൂസ ഷീറ്റൊക്കെ ചിറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മുന്തിരി, ആപ്പിള്, അനാറ്, ഈന്തപ്പഴം അതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇഡലിക്ക് തട്ടിലൊക്കെ ഇഡലി മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് പാലൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ആ ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ടിട്ട് കുറച്ച് നട്ട്സ് കുറച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ട് കുടിക്കാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ കാച്ചിയ പാലാണ് അതൊക്കെ ഒഴിച്ചിട്ട് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഐസ്ക്രീം എന്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് നിലക്കടലയും കൂടെ ഇട്ടാലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അങ്ങോട്ട് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഈന്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇടുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു വെള്ള കളറൊന്നും ആയി കിട്ടില്ല. നമ്മൾ ഈന്തപ്പഴം കൂടെ ചേർത്ത് അടിച്ചത് കൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് പാലൊഴിച്ച് അടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് എല്ലാ ഫ്രൂട്ട്സും കൂടെ അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവരൊക്കെ നല്ലപോലെ അങ്ങോട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നിലക്കടലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഇടുകയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കസകസാണ് കേട്ടോ. അത് കുതിർത്തി വെച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബാണ് കേട്ടോ. ഇപ്രാവശ്യം നോമ്പിന് അധികം ജ്യൂസൊന്നും അടിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ എങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവർക്കിതുപോലെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരിക്കും തോന്നണോ. ഇല്ലെങ്കിൽ നമ്മളോടൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നതൊന്നുമല്ല. എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിലൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ വിഭവങ്ങളൊക്കെ അതാ മേശപ്പുറത്ത് വെച്ചു. പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ കുറച്ച് എണ്ണക്കടികളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ എണ്ണക്കടികളായപ്പോൾ കൂടുതൽ വിഭവങ്ങളും ആയി. ചിക്കനൊക്കെ ഇട്ടിട്ട് ആക്കി ഒരു വട പോലത്തെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തുള്ളവർ തന്നതാണ്. പിന്നെ ഉള്ളിപ്പൊക്കെ വടയുണ്ട്, സമൂസയുണ്ട്, പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞതും കുറച്ച് ചൂട് കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്, നല്ല ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.